കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. നേർരേഖ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് നിരാലംബരായ മനുഷ്യരുടെ ഒരു ആശ്രയ കേന്ദ്രത്തെക്കുറിച്ചാണ്. തണലൊരുക്കി തറവാട്. മുഴപ്പിലങ്ങാട് കുളമ്പസാറിൽ മഠം ബസ് സ്റ്റോപ്പിനടുത്ത് ജവാൻ റോഡിൽ സ്ഥിതി ചെയ്യുന്ന തറവാട് എന്നൊരു സ്ഥാപനം, അതിൻ്റെ പ്രവർത്തനങ്ങളും നമുക്കറിയാം. അതിസമ്പന്നരായ മനുഷ്യർ പോലും ചിലപ്പോൾ കൂപ്പുകുത്തി നടു റോഡിലേക്ക് വലിച്ചെറിയപ്പെടാറുണ്ട്. ചില കുടുംബങ്ങളിൽ നിന്ന് മക്കളും മരുമക്കളും സമൃദ്ധമായ കുടുംബ ബന്ധങ്ങളുണ്ടെങ്കിലും ചില സമയത്ത് വീടുകളിൽ നിന്നും പുറത്താകുന്നവരുണ്ട്. 60 പിന്നിട്ട വനിതകൾക്കായി ഒരാശ്രയ കേന്ദ്രം. നല്ല നിരാലംബരായ മനുഷ്യരെ ചേർത്ത് നിർത്താൻ നല്ല മനസ്സുള്ള നന്മ നിറഞ്ഞ കുറേ മനുഷ്യരുടെ പ്രവർത്തനങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് നേർരേഖ ഈ എപ്പിസോഡിൽ നടത്തുന്നത്. തറവാട്ടിൻ്റെ പ്രവർത്തകർ നമ്മോടൊപ്പം ചേരുകയാണ്. നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ്, അതുപോലെ ഈ തറവാടിൻ്റെ പ്രസിഡന്റ് ശ്രീ VP അബ്ദുൽ ഖാദർ, അതിൻ്റെ സെക്രട്ടറി ഫസൽ ബാത്തല, തറവാടിൻ്റെ സ്ഥാപന കാലം മുതൽ ഇവിടുത്തെ അന്തേവാസി എത്തിയ നബീസ എന്ന അന്തേവാസി, 3 പേരാണ് നമ്മോടൊപ്പം ചേരുന്നത്. തറവാടിന് ഈ ഒരു പ്രവൃത്തി, നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന് ഈ ഒരു പ്രവൃത്തി മാത്രമല്ല ഉള്ളത്. അവർക്ക് തറവാടുണ്ട്, ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്റർ ഉണ്ട്, പിന്നെ അതുകൂടെ ഡയാലിസിസ് സെൻ്റർ ഉണ്ട്, ഫിസിയോ ന്യൂറോ തെറാപ്പി സെൻ്ററുകളുണ്ട്. അതുപോലെ ഇരിട്ടിയിലും അവർക്ക് പ്രവർത്തന മേഖലയുണ്ട്. അപ്പോൾ കുറേ മനുഷ്യരിങ്ങനെ ആരോരുമില്ലാത്തവരെ ചേർത്തു പിടിക്കുന്ന, അല്ലെങ്കിൽ രോഗശൈലിയായിപ്പോയ മനുഷ്യരെ ചേർത്തു പിടിച്ച് അവർക്കൊക്കെ സൗജന്യമായി, പൂർണ്ണമായും സൗജന്യമായി ചികിത്സയൊക്കെ നൽകി ഇങ്ങനെ നമുക്ക് മാതൃകയായി കുറേ മനുഷ്യർ സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരെ ഒന്ന് അറിയണം. എല്ലാ മനുഷ്യരിലും ഇങ്ങനെ കുറച്ച് നന്മയുള്ള ചിന്തകൾ കൂടുതലായി ഉണ്ടാകണം. അതിനുള്ള ശ്രമമാണ് നേർരേഖ എപ്പിസോഡിൽ നടത്തുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള 3 പേർ, അവരെ ഞാൻ പറഞ്ഞു, അബ്ദുൽ ഖാദർ, ഫസൽ, നബീസ. നിങ്ങൾ 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. നമുക്ക് അബ്ദുൽ ഖാദറിൽ നിന്ന് തുടങ്ങാം. അബ്ദുൽ ഖാദർ, ഞങ്ങൾ ഈ തറവാട് ഇതിൻ്റെ ഒരു പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാം. ഇത് എങ്ങനെയാണ് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകൃതമാകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയത്? നമ്മൾ ഈ സമൂഹത്തിൽ ഒരുപാട് ആരാരുമില്ലാത്ത കുറേ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിന് പിന്നെ പിള്ളേർ വലുതായി കഴിഞ്ഞാൽ, ഒരു പ്രത്യേക ലെവലിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരെ വളർത്തിയ അമ്മയെയും അച്ഛനെയും ആവശ്യമില്ലാത്ത ഘട്ടമാണ് നമുക്ക്. പക്ഷെ അതിലുപരിയായിട്ട് ആരുമില്ലാതെ, കല്യാണം കഴിയാതെ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട കുറേ സ്ത്രീകളുണ്ട്. അവർക്ക് പിന്നെ ആരും ഒരു അത്താണിയില്ല. അപ്പം അവരാരും തന്നെ പിന്നെ ഒരു ഇടമില്ലാതെ റോഡിൽ കിടക്കരുതെന്നും, അവർക്ക് ആരുമില്ലാത്ത അവർക്ക് ഒരു ചികിത്സ കിട്ടാതെ തെരുവിൽ കിടന്ന് മരിക്കരുതെന്നുള്ളൊരു ഒരു ആശയം നമ്മൾ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ. നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന് എത്ര വർഷത്തെ പഴക്കമുണ്ട്? നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മളെ ഈ ഇത് രൂപീകരിക്കുന്നതിന് 3 വർഷം മുമ്പ്. എങ്ങനെയാണ് അങ്ങനെ ഒരു ട്രസ്റ്റ് രൂപീകരിക്കാനുള്ള ഒരു ആശയം ആരിൽ നിന്നാണ് ഉണ്ടായത്? അത് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചത് ഇവിടുന്നല്ല, കേരളത്തിൽ നിന്നല്ല. അവർ ജിദ്ദ, ദമാം, അവിടെയുള്ള കുറെ നല്ല മനസ്സുള്ള കുറെ പ്രവാസ ലോകത്തെ കുറെ ആളുകൾ അവർ ഒത്തൊരുമിച്ച് അവർക്ക് ഈ ജോലി തിരക്കിനിടയിൽ എന്തെങ്കിലും ഒരു നന്മ ചെയ്യണം എന്നുള്ള ഒരു. തിരിച്ചു വരാം അബ്ദുൽ ഖാദർ. ഫസൽ ബാത്തല, ഇത് സൗദി അറേബ്യയിലെ പ്രവാസികളുടെ കൂട്ടായ്മയാണ് നന്മ രൂപീകരിക്കുന്നതിലേക്ക്. ഇങ്ങനൊരു ആശയം ആരുടെ മനസ്സിലാണ് ആദ്യം തോന്നിയത് എന്നതിനെ കുറിച്ച് വല്ല ധാരണയുണ്ടോ? ആ നല്ല മനസ്സറിയാനാണ് ആദ്യം തോന്നിയത് ജിദ്ദയിലുള്ള ഒരു സമീർ കോയക്കുട്ടി എന്ന് പറഞ്ഞിട്ട്, എവിടെയാണ് മൂപ്പറുടെ സ്നേഹിതന്മാരെല്ലാം കൂടിയിട്ട് പിന്നെ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായതാണ്. അവർക്ക് മറ്റുള്ള ഏതോ സ്ഥാപനത്തിന് ഇതേമാതിരി കണ്ടപ്പോ അവർക്ക് ഇങ്ങനെ ഒന്ന് തുടങ്ങണമെന്നുള്ള. അതെ, മുഴപ്പിലങ്ങാടെത്തി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പിന്നെ മൂപ്പർ തലശ്ശേരിയിൽ 3 തലശ്ശേരിയും പിന്നെ അതേമാതിരി എടക്കാടും പിന്നെ ചക്കരക്കല്ല്, ഇങ്ങനെ 3 അവരെ 5 ആൾക്കാരെ വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചു ആ സമയത്ത്.
അന്ന് ആ തുടക്കത്തിലുള്ള മീറ്റിങ്ങിൽ തന്നെ ഉള്ള ഒരാളാണ് ഞാൻ. അത് എടക്കാട് വെച്ചിട്ടാണ് ആ മീറ്റിംഗ് കൂടിയത്. അവിടെ നിന്നാണ് ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നത്. അത് എടക്കാടിലെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, 5 ആള്, തലശ്ശേരിയിൽ 5 ആള്, ഈ ചക്കരക്കല്ല് യോഗം ചേർന്നു. എന്നിട്ട് അതിന് ശേഷം എടക്കാടാണ് നമ്മൾ ഒരു വാടക കെട്ടിടത്തിലാണ് ആദ്യം തുടങ്ങി. കൊളംബസ് വാടക കെട്ടിടത്തിൽ തുടങ്ങി. പിന്നെ അന്നേരം 5 or 6 അഗതികളെ ഉണ്ടായിരുന്നു. അതിൽ ഒരാളാണ് നബിസ്ത. എന്തുകൊണ്ട് 60 വയസ്സ് കഴിഞ്ഞവർ എന്നതിനെ കുറിച്ച് 60 വയസ്സുള്ള ഏകദേശം പ്രായമാകുമ്പോൾ അധികം ആൾക്കാരും വീടുകളിൽ നിന്ന് അവരുടെ എല്ലാ ജീവിതത്തിലുള്ള എല്ലാ സംഗതിയും അതെ പുറത്തു വന്നതാണ്. അങ്ങനെയാണ് ആശയം. ശരി, നബീസ എന്തിന്റെ വിശേഷം? നബീസ എന്നൊന്നും വിളിച്ചുകൂടാ, നബീസ്ത. എന്റെ ഉമ്മാവന്റെ പ്രായമുണ്ട്. എന്തായാലും എവിടെയാണ് വീട് ശരിക്ക്? ചെമ്പിലോട്. മാതാപിതാക്കളൊക്കെ ജനിച്ചത് ചെമ്പിലോടാണോ? ആരുമില്ല. ഉപ്പയമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? ചെറുപ്പത്തിൽ മരിച്ചുപോയി. സഹോദരങ്ങൾ ഉണ്ടായിരുന്നോ? 2 ആങ്ങളാറുണ്ട്, അതും മരിച്ചു. അങ്ങനെ ചെമ്പിലോട് വീടുണ്ടായിരുന്നോ? വീടുണ്ടായിട്ട് കത്തിപ്പോയി. ആ സ്ഥലം അവിടെ തന്നെ ഉണ്ടോ? സ്ഥലമില്ല. സ്ഥലം പിന്നെ പഞ്ചായത്തുകാർ പിന്നെ ഏട്ടത്തിന്റെ മോക്ക് ഒരു ചെറിയ വീട് എടുത്തു കൊടുത്തു. പഞ്ചായത്തുകാർ. ഏട്ടത്തി മരിച്ചുപോയി. അപ്പൊ സ്ഥലം അവിടെ തന്നെ ഉണ്ടോ? ഇല്ല. സ്ഥലം പിന്നെ ആരാ വീടെടുത്ത് കൊടുത്തിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട് ആരാ പഞ്ചായത്തുകാർ. അന്നേരം ഞാൻ വേറെ വീട്ടിൽ താമസിക്കുന്നു. ഇങ്ങോട്ട് എന്റെ അനിയത്തിക്ക് 2 ആൺകുട്ടികളുണ്ട്. അനിയത്തി മരിച്ചിട്ട് 27 കൊല്ലായി. ആൺകുട്ടികളുണ്ട്. അപ്പോ അവർക്ക് തന്നെ പോറ്റേണ്ട നിവൃത്തിയില്ല. ഒരാൾക്ക് 2 ബാൾബ് ഓപ്പറേഷൻ ചെയ്തു. അതുവരെ ഞാൻ അവന്റെ വീട്ടിൽ 1 കൊല്ലം നിന്ന്. ആ 2 വീട്ടിൽ അത് മരിച്ചുപോയി. 2 എല്ലാവരും മരിച്ചുപോയി. കല്യാണം കഴിഞ്ഞ് ഭർത്താവില്ല. ഭർത്താവിനെ പെട്ടക്ക് നാട്ടം കൊണ്ടാന്നാണ്. അത് പിന്നെ പോയിട്ട് വന്നിട്ടില്ല. പിന്നെ വന്നിട്ടില്ല, ഉപേക്ഷിച്ചു പോയി. അതിനകത്ത് മക്കളുമില്ല. ഞാനേ 40 കൊല്ലം വേറെ ആളെ വീട്ടിൽ താമസിച്ചു. വേറെ നമ്മളെ കാരണോകം ഓടെ ഏട്ടത്തിന്റെ വീട്ടിൽ. എന്നിട്ട് പിന്നെ അച്ഛന് പുറത്തുനിന്ന് മരണപ്പെട്ടു പോയി. അന്നേരം പിന്നെ ആരുമില്ല. അന്നേരം പിന്നെ എനിക്കവിടെ നിൽക്കാൻ പറ്റുമോ? എന്നിട്ട് എൻ്റെ അനിയത്തിൻ്റെ മക്കൾ മോനെയോ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ 2 ബാൾബ് നഷ്ടപ്പെട്ടു പോയി. അന്നേരം മോനെ ഓപ്പറേഷൻ ചെയ്യണം, പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അന്നേരം എന്നെ ഇവിടെ കൊണ്ടാക്കി. ഇവിടെ ഇതുവരെ എനിക്ക് ഒരു തെറ്റുമില്ല. സുഖമായി അങ്ങനെ സ്നേഹിക്കുന്നു. ഇവിടെ അബ്ദുൽ ഖാദർ, എത്ര അന്തേവാസികളാണ് ഇവിടെ ഉള്ളത്? 43. ഏതൊക്കെ നാട്ടുകാരാണ് അവർ? അതായത് ഇപ്പം മിക്കവാറും കണ്ണൂർ ജില്ലയിലെ ഭാഗത്തു നിന്നുള്ള ആണെങ്കിൽ കൂടി കണ്ണൂർ ജില്ലയിൽ നിന്ന് കിട്ടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ പിന്നെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള 2 പേരുണ്ടായിരുന്നു. പിന്നെ ആന്ധ്രയിൽ നിന്നുണ്ട്. എല്ലാം റോഡിൽ കിട്ടുന്ന ആരും ഇല്ലാതെ തിരിഞ്ഞ് ഗട്ടറിന് വരെ നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് നന്നായിട്ട് വൃത്തിയാക്കി കുളിപ്പിച്ച് മുടിയൊക്കെ കട്ട് ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനാക്കി നമ്മളെത്തും. മാത്രമല്ല നമ്മളൊക്കെ ഇവിടെ ഒരു വനിതാ വിങ്ങുണ്ട്. ഈ വനിതാ വിങ് അതിനൊരു സേവനം ഇതുള്ള മരിച്ചാലും ശരി അല്ലാത്ത സമയത്ത് അവർ വന്നാൽ വൃത്തിയാക്കുന്ന ഒരു അറപ്പും വെറുപ്പും അങ്ങനത്തെ യാതൊന്നും ഞങ്ങളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കാർക്കില്ല, ഞങ്ങളെ വനിതാ വിങ്ങിനുമില്ല. അങ്ങനെയാണ് ഇവിടെ ഉണ്ട്. അപ്പോൾ ആന്ധ്രയിൽ നിന്നുള്ള ആളുകളുണ്ട്, പഞ്ചാബിൽ നിന്ന് ഒരാൾ മറ്റേ അത് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും, പിന്നെ മത ജാതി പിന്നെ ഇത് ഒരു വ്യത്യാസമില്ല, എല്ലാവരും ഉണ്ട്, എല്ലാ വിഭാഗക്കാരുണ്ട്. മരിച്ചാൽ ആരും മരിച്ചോ അതാത് വിഭാഗങ്ങൾ അതിൻ്റെ ക്രിമേഷൻ നടത്തും. അത് പിന്നെ ഹിന്ദുസ് മരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ക്രിമേഷൻ നടത്താനുള്ള ടീമുണ്ട്. അപ്പോൾ അത് നമ്മളെ ഇവിടുത്തെ ശ്മശാന കമ്മിറ്റി ആയാലും പള്ളി ആയാലും എല്ലാവരും നല്ല സഹകരണമാണ് നമ്മളോട്. നമുക്ക് ഫസലിനോടൊന്ന് സംവദിക്കാം. ഫസൽ, ഇത് ശരിക്കും എത്ര സെന്റ് സ്ഥലത്തായി ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ ആദ്യം 50 സെന്റ് സ്ഥലം വാങ്ങിയതായിരുന്നു. അപ്പോൾ അന്ന് ആ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് 25 സെന്റ് സ്ഥലം വിൽക്കേണ്ടത്. അന്ന് ആ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തത്.
പിന്നെ അങ്ങനെയാണ് ഈ ബിൽഡിംഗ് എടുത്തത്. ഇപ്പം ബിൽഡിംഗ് എടുത്തതിന് ശേഷം ഇവിടെ നമ്മളൊരു 10-15 സെന്റിനോട് വാങ്ങി. അപ്പോൾ 25-30-40 സെന്റ് സ്ഥലമാണ്. ഈ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലാണ് തറവാട് പ്രവർത്തിക്കുന്നത്. ഈ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിൽ എത്ര അംഗങ്ങളുണ്ട്? 15 പേര്. ഈ തറവാടിന് പുറമെ മറ്റെന്തൊക്കെ സ്ഥാപനങ്ങളാണ് നിങ്ങൾ? തറവാടിന് പുറമെ തലശ്ശേരിയിലൊരു ഫിസിയോ ന്യൂറോ സെന്റർ തുടങ്ങാൻ പോകുന്നു. പിന്നെ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇരിട്ടിയിൽ ഒരാള് പിന്നെ നമുക്ക് 25 സെന്റ് സ്ഥലം ഫ്രീ ആയിട്ട് തന്നാണ്. അതിന്റെ കൂടെ 10 സെന്റ് സ്ഥലം കൂടി നമ്മൾ വാങ്ങി അവിടെ പുരുഷന്മാർക്കുള്ള അഗതി മന്ദിരം ഡയാലിസിസ് സെന്റർ തുടങ്ങാനാണ് ഉദ്ദേശിച്ചത്. ഇരിട്ടിയിൽ എവിടെയാണ്? ഇരിട്ടിയിൽ പുഴക്കര. അപ്പോ അവിടെ ഇപ്പോ ഏകദേശം സെക്കൻഡ് ഫ്ലോർ വാർപ്പ് കഴിയാനായി. അപ്പോൾ എന്തായാലും പിന്നെ ഒരു 5-6 മാസം കൊണ്ട് നമ്മൾ അവിടെ അഗതി മന്ദിരം ആദ്യം തുടങ്ങും. അതിനുശേഷം ഡയാലിസിസ് സെന്റർ കുറച്ചും കൂടി പണി പിടിക്കും. എന്തായാലും കുറച്ച് താമസം. ഓക്കെ. നബീസ്ത, ചെമ്പിലോടല്ലേ വീട് പറഞ്ഞത്? ചെറുപ്പത്തില് മദ്രസയിലും സ്കൂളിലൊക്കെ പോയിട്ടുണ്ടാ? മദ്രസയിൽ പോയി എല്ലാം അറിയാം. ഇവർക്കെല്ലാം അറിയാം. എങ്ങനെ പാട്ടെല്ലാം പാടുവോ? ഞാൻ പാട്ടൊന്നും പാടും. ഞാൻ ഈ സ്കൂള് പഠിച്ചിട്ടില്ല. ഈ കുറി അറബി മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അറബി മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അറബിയിൽ പാട്ടെല്ലാം പഠിച്ചിട്ടുണ്ടാ? പഠിച്ചിട്ടുണ്ട്. ഒരു അറബി പാട്ട് പാടാൻ പറ്റുമോ? പാടൂല. നബീസ്ത ചെമ്പിലോട് നിന്നാണെങ്കിലും ഒക്കെ കാണാൻ വരാറുണ്ടോ? എന്റെ പിന്നെ അനിയത്തിന്റെ മക്കളെ ഭാര്യ വെച്ചെന്ന് വരും. അവരെന്താ പറയല്? വന്നിട്ട് ഒന്നും പറയണ്ട. അവരൊക്കെ നമ്മൾക്ക് നിൽക്കാൻ കഴിയില്ല. എന്താ ചെയ്യാ? ആരാന്റെ വീടല്ലേ? എന്റെ മക്കളെത്തെങ്കിലും നിൽക്കാം അല്ലേ? ഇത് വേറെ ആളെ വീടല്ലേ? എപ്പോഴെങ്കിലും ഒറ്റപ്പെടലിന്റെ ഒരു വേദന തോന്നാറുണ്ടോ? വിഷമം തോന്നാറുണ്ടോ? ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയല്ലോ, ഞാൻ ഒറ്റക്കായി പോയല്ലോ, പഠിച്ചോനെ നീ എന്തിനാണ് എന്നെ ഒറ്റക്കാക്കിയത് എന്നൊക്കെ ചോദിക്കാറുണ്ടോ പഠിച്ചോനോട്? പഠിച്ചോന് ഇഷ്ടാണോ? പഠിച്ചോന് ഇഷ്ടാണോ? ഒറ്റപ്പെടുത്തിയൊരു സങ്കടമുണ്ടോ പഠിച്ചോനോട്? സങ്കടമൊന്നുമില്ല. പഠിച്ചോനാക്കിയതല്ലേ. അപ്പൊ നമുക്ക് ലോകർക്കാക്കാൻ കഴിയില്ല. പഠിച്ചോന്റെ തീരുമാനമാണ്. നല്ല കമ്മലും മാലയും വളയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എവിടുന്ന് കിട്ടി? അതെല്ലാം നയിച്ച വീട്ടിൽ നിന്ന്. ജോലി ചെയ്തിരുന്നു? എന്ത് ജോലിയാണ് ചെയ്തിരുന്നത്? വീട്ടുപണി എടുക്കും. 40 കൊല്ലം. 40 കൊല്ലം വീട്ടു ജോലി ചെയ്തു. ഏതൊക്കെ ഭാഗത്ത്? ഒറ്റൊരു വീട്ടിൽ. ഒറ്റൊരു വീട്ടില്? ഓഹോ. അത് എവിടെയായിരുന്നു? കാപ്പാട്. കാപ്പാട്. അപ്പൊ 40 വർഷം ഒരു വീട്ടിൽ ജോലി ചെയ്തു. പെൻഷൻ കിട്ടുന്ന അവര് ആ വീട്ടുകാരിപ്പോ വരലുണ്ടോ? അന്വേഷിക്കലുണ്ടോ? അവര് മക്കളെല്ലാം വെച്ചുണ്ടോ? വന്ന് കാണാൻ വരലുണ്ട്. ഓറ് മരിച്ചുപോയി. അജിന് പുറത്തുനിന്ന് മരിച്ചുപോയി. കുട്ടികളെ വെച്ചുണ്ട്. ഓ ശരി. അബ്ദുൽ ഖാദർ, തറവാട് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ 60 വയസ്സ് കഴിഞ്ഞ വനിതകൾക്ക് ഷെൽട്ടർ ഉണ്ട്. 43 പേരുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യർ. വേറെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇവിടെയുള്ളത്? ഇവിടെ ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ 4 വർഷം മുമ്പ് ഇവർ ഈ അഗതികളെ മാത്രം നമ്മൾ സംരക്ഷിച്ച് പോരാ. നമ്മൾ ഈ സമൂഹത്തിൽ കാണുന്ന കിഡ്നി പേഷ്യൻ്റ്, ഈ വൃക്കരോഗികൾ, ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന പാവങ്ങൾ, അവരെ ഒരു സംരക്ഷിക്കണം നമ്മളൊരു ബാധ്യതയാണ്. നമ്മളെ മീറ്റിംഗ് കൂടി നമ്മൾ തീരുമാനിച്ച് നമ്മളെ ഏറ്റെടുത്തു. വൃക്കരോഗികളുടെ കാര്യങ്ങളും നമ്മൾ പ്രവാസികളോടും ഇവിടുത്തെ മറ്റുള്ള എല്ലാ സമൂഹത്തിലുള്ള നല്ല ഉന്നതന്മാരുടെ മീറ്റിംഗ് കൂടി നമ്മൾ ഈ കാര്യം ആലോചന നടത്തിയപ്പോൾ എല്ലാ ഭാഗത്തും വളരെ പോസിറ്റീവായിട്ടുള്ള അനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക് 11 മെഷീന് വിവിധ മേഖലയിൽ നിന്ന് ആളുകൾ സംഭാവന ചെയ്തു. ഡയാലിസ് മിഷൻ 11 വിവിധ മനുഷ്യർ തന്നു. 4 വർഷം മുമ്പ് നമുക്ക് നമ്മളിത് ഒരു ഡയാലിസ് സെന്റർ തുടങ്ങി. ഒരു ഡയാലിസ് ഇവിടെ തന്നെ ആദ്യം 10 വെച്ച് തുടങ്ങി. പിന്നീട് ഇപ്പൊ ലാസ്റ്റ് 1 വർഷം മുമ്പ് ഒരു മെഷീൻ കൂടി കിട്ടി, സംഭാവനയായിട്ട് കിട്ടി. അത് വെച്ച് 11 മെഷീനിൽ നമ്മൾ 42 ആളുകളെ നമ്മൾ ഡയാലിസിസ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. റൊട്ടേറ്റ് 2 ഷിഫ്റ്റിൽ 2 ഷിഫ്റ്റ് ആയിക്കൊണ്ട് ഒന്നിടപെട്ട ദിവസങ്ങളും 42 ആൾക്ക് ചെയ്യുന്നുണ്ട്. 42 പേര് ദിവസവും ഇപ്പൊ ഡയാലിസ് ചെയ്യുന്നുണ്ട്. ഒരു ഫസലെ, ഇവിടെ വന്നു പോയ എത്ര മനുഷ്യർ മരണപ്പെട്ടിട്ടുണ്ട് 15 വർഷത്തിനിടയ്ക്ക്? 5 വർഷത്തിന്റെ ഇടയിൽ ഏകദേശം ഒരു 10-40 ആള്. ഏതൊക്കെ നാട്ടുകാരാണ്? അതെല്ലാം പല നാട്ടുകാരാണ്. എപ്പോഴെങ്കിലും ബോഡി അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ നാട്ടുകാർക്ക്? വളരെ അപൂർവമാണ്. അത് ഏതെങ്കിലും ഓർമ്മയിലുണ്ടോ? ഏതാണ് അങ്ങനത്തെ ഒരു കേസ് പറയാൻ? 1-2 കേസുകൾ. എവിടുത്തുകാരായിരുന്നു അവര്? ഒന്ന് പിന്നെ നമ്മളിപ്പോ അടുത്ത് ഒരു മാസം മുമ്പ് നമ്മൾ പിന്നെ ഇവിടെ
പേരാവൂരിൻ്റെ അടുത്ത് അടുത്ത് ഒരു കേസ് ഇതേമാതിരി. അപ്പോൾ അവർ വന്നിട്ട് നമ്മൾ അറിയിക്കും. മരണപ്പെട്ട് തന്നെ നമ്മൾ ഉടനെ തന്നെ ബന്ധുക്കളെ അറിയിക്കും. പിന്നെ അവര് ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മൾ അന്വേഷിച്ചു. പല ടൈപ്പുമാണ്. പലരും സംരക്ഷിക്കാൻ ബന്ധുക്കള് വരൂല. പിന്നെ നമ്മള് തന്നെയാണ് എല്ലാ കർമ്മവും ചെയ്തിട്ട്. അല്ല, ചിലവർ വരും. എന്താ പറയുക, അവർക്ക് എന്തെങ്കിലും 2 സെന്റ് ഭൂമി അവര് വരും. അവര് വന്ന് പിന്നെ മാത്രമല്ല ജീവിച്ചിരിപ്പും വന്നിട്ട് അപ്പൊ നമുക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്. ആര് ഗസ്റ്റ് വന്നാലും നമ്മളൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറോ അല്ലെങ്കിൽ ജീവനക്കാർ കൂടെ ഉണ്ടാവും. കാരണം അവിടെ പോയിട്ട് ഇവര് പലരും ഒപ്പിടിക്കല്ലേ എന്തെങ്കിലും ഉണ്ട്. അങ്ങനെ അനുഭവം നമുക്ക് 1-2 സംശയം. എന്താണ് അങ്ങനെയുള്ള സംശയങ്ങൾ? ഒരു സ്ത്രീ ഇതിൻ്റെ അടുത്തുനിന്ന് പിന്നെ സ്വത്തിനെ സംബന്ധിച്ച് സ്വത്ത് അവരുടെ ആഭരണങ്ങൾ കൈക്കലാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾക്ക് ഇപ്പം നമ്മൾ കമ്മിറ്റി വളരെ സ്ട്രിക്റ്റ് ഡയറക്ഷൻ ഉണ്ട്. നമ്മൾ അവർ നൽകുകയും ചെയ്യും. പിന്നെ ചില ആളുകൾ പെൻഷൻ വാങ്ങിക്കാൻ വേണ്ടി മാത്രം വരും. കുടുംബക്കാർ ഇവിടെ പെൻഷൻ, ഇവർക്കൊക്കെ നമ്മൾ പെൻഷൻ നമ്മളെ നിർവഹിക്കും. അത് വാങ്ങിക്കാൻ വരുന്ന ആള്. അതൊക്കെ ഇപ്പം നമ്മൾ നിർത്തി വളരെ സ്ട്രിക്റ്റ് ആക്കി. വൈകുന്നേരം 5 മണിക്ക് ശേഷം ആളെ ആരും പുറത്തുനിന്ന് കടത്തൂല. അതിന് മുമ്പ് വരുന്നവരുണ്ടെങ്കിൽ കൂടെ നമ്മൾ അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരെങ്കിലും കെയർ ടേക്കർമാരും കൂടെ ഉണ്ടാവും. എത്ര ജീവനക്കാരാണ് തറവാട് കേന്ദ്രീകരിച്ച് ഈ 43-60 കഴിഞ്ഞവരെ അവരെ പരിചരിക്കാൻ എത്ര പേരാണ് ജീവനക്കാരായിട്ട്? നമുക്കിപ്പോ പിന്നെ ഈ ഹാപ്പി ഹോമിൽ മാത്രമായിട്ട് നമുക്ക് ഈ തറവാട് ഈ 43 പേർ താമസിക്കുന്ന ഭവനത്തിനാണ് ഹാപ്പി ഹോം എന്ന് പേരിട്ടുള്ളത്. സന്തോഷത്തിന്റെ ഭവനമാണ്. അപ്പൊ നമുക്ക് 3 ഡിവിഷനാണ്. ഒന്ന് ഹാപ്പി ഹോം, അതായത് ഇവരെപ്പോലുള്ള അന്തേവാസികൾ നമ്മൾ ആദ്യത്തെ സംഘടന. രണ്ടാമത്തെ നമ്മൾ പിന്നെ ഡയാലിസിസ് സെന്റർ, അതിന് നമുക്ക് ഒരു മൂന്നാമത്തെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ. ഈ നമ്മൾ ഇരിക്കുന്ന സ്ഥാപനത്തിൽ ഇതെല്ലാം ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ ഓട്ടിസം ബാധിച്ചോ സെറിബ്രൽ ഇത് വന്നിട്ടുള്ള കുട്ടികൾക്ക് അവരെ ഈ കൊച്ചുകുട്ടി ജനിക്കുമ്പോൾ തന്നെ അവർക്ക് സംസാരിക്കാൻ പറ്റില്ല, 2 അടി നടക്കാൻ പറ്റില്ല, 2 വാക്ക് ഉച്ചരിക്കാൻ പറ്റില്ല, 2 വാക്ക് കേൾക്കാൻ പറ്റില്ല. ഇത്രയും ആളുകളെ നമ്മൾ സ്വീകരിച്ച് അവർക്ക് വേണ്ടുന്ന തെറാപ്പികൾ കൊടുത്ത്, ഫിസിയോതെറാപ്പി ഉണ്ട്, സ്പീച്ച് തെറാപ്പി കൊടുക്കും, ഹിയറിങ്ങിൻ്റെ എയ്ഡ് കൊടുക്കും. ഇതെല്ലാം ചെയ്ത് അവരെ സമൂഹം ഇതിലേക്ക് എത്തിച്ചിട്ട് കലോത്സവത്തിൽ ഇവിടെ പഠിച്ച കുട്ടികൾ 4-5 വർഷത്തെ കൈകാര്യം ചെയ്ത കുട്ടികൾ കലോത്സവത്തിൽ പങ്കെടുത്ത് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും വാങ്ങിച്ച കുട്ടികളുണ്ട്. അപ്പൊ ഈ തറവാടുമായിട്ട് ബന്ധപ്പെട്ട് മൊത്തം 3 സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ചാരിറ്റിയാണ്. അതായത് ചാരിറ്റി എന്തൊക്കെയാണ്? ചാരിറ്റി വരുന്നത് നമ്മൾക്ക് ഇപ്പൊ ഇവരൊക്കെ ഇവിടുത്തെ കുറച്ച് ആളുകൾ മരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ അവരെ സ്വത്ത് എന്തെങ്കിലും സ്വത്തോ അല്ലെങ്കിൽ അവരെ ആഭരണങ്ങൾ നമുക്ക് കിട്ടിക്കുന്ന അത് നമ്മൾ തിരിക്കും. അത് നമ്മൾ ആ കാശ് ചാരിറ്റി. അല്ല, ഇവരുടെ ആഭരണങ്ങൾക്കും സ്വത്തിനും ഇവരുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവര് അവകാശികളാവൂലേ? ഇല്ല, പക്ഷെ അവർ ചിലർ വിട്ടത്. അല്ല, അതെന്റെ ഒരു ചോദ്യം. ഇപ്പൊ ഇവിടെ താമസിക്കുന്ന ഒരാൾക്ക് അവരുടെ കയ്യിൽ കുറച്ച് ആഭരണങ്ങളുണ്ട്, അവരുടെ മക്കളുണ്ടെങ്കിൽ അതിന് അവകാശികൾ അവരല്ലേ? അത് അവർക്ക് വിട്ടുകൊടുക്കാറുണ്ട്? കൊടുക്കും. പക്ഷെ മക്കളുള്ളവരെ തീരെ ഇല്ല എന്ന് തന്നെ പറയാ. ഇവിടെ ഇപ്പൊ ഉള്ള മക്കളില്ലാത്തവരെ നമ്മൾ എടുക്കാറുണ്ടോ? അപ്പൊ മക്കളുള്ളവരെന്നുള്ള ചോദ്യം അവിടെ ഇല്ല. ഒരു ചോദ്യം, നമ്മളിപ്പോ ഇവർക്ക് ഈ 60 കഴിഞ്ഞവർക്ക് ഇവിടെ ഭക്ഷണം, താമസം, അവർക്ക് വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? അവരിങ്ങനെ താമസിക്കുക, കിടന്നുറങ്ങുക, എഴുന്നേക്കുക, അതിനപ്പുറത്തേക്കുള്ള ആക്ടിവിറ്റീസ് പല ആൾക്കാരും ഇവിടെയുള്ള അത്യാവശ്യം ജോലിയെല്ലാം ചെയ്യും, സഹായിക്കും. പിന്നെ താഴെ ഇറങ്ങിയിട്ട് പിന്നെ ഇത് മറ്റുള്ള ഈ നമ്മളെ കാടും അതും ഇതെല്ലാം വൃത്തിയാക്കും. ഇങ്ങനെയുള്ള കുറെ സഹായിക്കും. പിന്നെ അത്യാവശ്യം ഷട്ടില് ഇങ്ങനത്തെ കുറച്ച് കളികളിലുണ്ടാവും. അതിനൊക്കെ അവര് ആക്റ്റീവായിട്ട് കഴിയുന്നവര് കുറെ ആൾക്കാരെല്ലാം കടന്നു പോയിട്ടില്ല. നബീസ്ത, ഇവിടെ വന്നിട്ട് ഇപ്പൊ 15 വർഷമായില്ലേ? ഇവിടുത്തെ ഏറ്റവും നല്ല കൂട്ടുകാരി ആരാണ്? എല്ലാവരും ഇവിടെ നല്ല കൂട്ടാണ്. നബീസ്ത വരുമ്പോ കൂടെ ഉണ്ടായിരുന്ന പലരും മരണപ്പെട്ടൊക്കെ പോയിട്ടില്ലേ? മരിച്ചവരിൽ ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു? അത് ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുണ്ട്, ചാപ്പക്ക് ചക്കരക്കല്ല്. ഓറിപ്പോ മരിച്ചുപോയി, നോമ്പ് കഴിഞ്ഞാൽ. ഫാത്തിമ എത്ര വർഷം കൂടെ ഉണ്ടായിരുന്നു നബീസ്താന്റെ കൂടെ? 8 കൊല്ലം ഒരുമിച്ചുണ്ടായിരുന്നു. നമ്മോടൊപ്പം ഇവിടുത്തെ മറ്റൊരു അന്തേവാസിയായ ശാരദാമ്മ കൂടി എത്തുകയാണ്. ഇവിടുത്തെ അന്തേവാസികളുടെ അവരോടുകൂടി നമ്മൾ സംവദിക്കണമല്ലോ, അതുകൊണ്ടാണ് ഒരാളെ കൂടി നേർരേഖയുടെ ഈ എപ്പിസോഡിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യും. ശാരദാമ്മ, നേർരേഖ എന്ന പരിപാടി കണ്ണൂർ വിഷന്റെ ആണ്. ഇതിനകത്തേക്ക് ശാരദാമ്മയെ സ്നേഹപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുകയാണ്. എവിടെയാണ് ശാരദാമ്മയുടെ വീട്?
കോഴിക്കോട് എവിടെയാണ്? കോഴിക്കോട് പന്തീരങ്കാവ്. പന്തീരങ്കാവ്. എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത്? ഇവിടെ എത്തി ഞാൻ ഒരു ഹോം നഴ്സിന്റെ ജോലിക്ക് പോകണ്ടായിരുന്നു. ഹോം നഴ്സിന്റെ ജോലിക്ക് പോയിരുന്നു? പോകണ്ടായിരുന്നു. 23 കൊല്ലം ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലൊക്കെ പോകാൻ എപ്പോഴെങ്കിലും ഓണം വിഷു ഇങ്ങനത്തെ സമയം പോകുള്ളൂ. അങ്ങനെ അവിടുന്ന് ആ വീട്ടിൽ നിന്ന് വീണ് പോയിന്. ആ വീട്ടിൽ നിന്ന് വീണ് പോയി പരിക്കേറ്റു. എന്നിട്ട് കാലിൽ എല്ലൊക്കെ പൊട്ടിയിട്ട് വീട്ടിലേക്ക് പോയി. വീട്ടിലെന്നുവെച്ചാൽ ആരുമില്ല, അച്ഛനമ്മയൊന്നുമില്ല, ഒരു ചേച്ചിയല്ലേ നിങ്ങൾക്ക്. ചേച്ചി പന്തീരങ്കാവിലെ വീട്ടിൽ ചേച്ചി മാത്രമാണുള്ളത്. അച്ഛനും അമ്മയൊക്കെ നേരത്തെ മരണപ്പെട്ടു പോയതാണോ? അതെ. നിങ്ങൾ 2 മക്കളായിരുന്നോ? 2 മക്കളെ. അപ്പൊ ഏട്ടത്തിക്ക് ഞാനും ഒരു വീട്ടില് താമസം. ഏട്ടത്തി കല്യാണം കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾ കല്യാണം കഴിച്ചിരുന്നോ? കഴിച്ചിരുന്നു. ഭർത്താവ് പോയി? ഭർത്താവ് മരിച്ചതിന് ശേഷം ജോലിക്ക് വന്നേ. ഭർത്താവ് മരിച്ച ശേഷം മക്കളുണ്ടായിരുന്നോ? 2 മക്കളുണ്ട്. അവരെവിടെയുള്ളത്? അവര് മരിച്ചുപോയി. അവരും മരിച്ചുപോയി? അവര് ചെറുപ്പത്തിലെ മരിച്ചിട്ടുണ്ടായിരുന്നു. ഭർത്താവും മരണപ്പെട്ടു, 2 മക്കളും മരണപ്പെട്ടു. 2 കുട്ടികൾ ആദ്യം മരിച്ചിട്ടുണ്ടായിന്. പിന്നെ ഭർത്താവ് മരിച്ചപ്പോ 23-24 കൊല്ലായി. അപ്പോഴാണ് ജോലിക്ക് പോയത്. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന വീട്ടിൽ വെച്ച് വീണു. പരിക്കേറ്റപ്പോ വീട്ടിലേക്ക് പോയി. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി. അപ്പം ചേച്ചിന്റെ വീട്ടിൽ തന്നെ അല്ല, ചേച്ചിയുടെ വീട് പന്തീരങ്കാവ്. അങ്ങനെ ഒരു കൊറോണ സമയം വന്നിട്ടുണ്ടായിന്. അപ്പൊ കാലിൽ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടി കോഴിക്കോട്, അവിടെ കോഴിക്കോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റൂലല്ലോ. അപ്പം അവിടെ എവിടെയെങ്കിലും നോക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ PVS ഒരു ഡോക്ടറുണ്ട് കോഴിക്കോട്. ആ ഹോസ്പിറ്റലിൽ പോയി. അവിടെ സ്റ്റിച്ച് എടുത്തിട്ട് കുറച്ച് സമാധാനം വാക്കറിച്ച് നടക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പം എൻ്റെ ചേച്ചി സുഖമില്ലാത്ത ആളാണ്. അപ്പം ചേച്ചിക്ക് ഇങ്ങനെ റൂമിൽ ഇരിക്കാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ എടുത്തിട്ട് ഇങ്ങനെ താങ്ങി കൊടുക്കും. അങ്ങനെ കാലിന് കുറച്ച് ബലം കുറഞ്ഞ് ആ സ്റ്റിച്ച് ഇളകി. അപ്പം പിന്നെ ഡോക്ടറെ ഞാൻ കാണിക്കാൻ വന്നപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് ഇത് പറ്റൂല, ഒന്നും കൂടെ ഓപ്പറേഷൻ ചെയ്യിക്കണം, കാലിന് സ്റ്റിച്ചൊക്കെ ഇളകിയിട്ടുണ്ട് പറഞ്ഞ്. പിന്നെ ഒന്നും ചെയ്യാൻ നിവർത്തില്ലല്ലോ. പിന്നെ വീട്ടിൽ ആങ്ങളുടെ മക്കളല്ലേ, ഏട്ടൻ്റെ മക്കൾ. ഏട്ടനില്ല, ഏട്ടൻ്റെ 4 മക്കളുണ്ട്. ആ മക്കളെല്ലാം അവർക്ക് ആർക്കും ഓപ്പറേഷൻ ചെയ്യാൻ പൈസ വേണമല്ലോ. അപ്പം ഓർക്കന്ന് തൃപ്തിപ്പെടുന്നില്ല. അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള സ്വർണ്ണം ഉണ്ടായിന്, സ്വർണം പണി വെച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്ത് അവിടെ PVS ചെയ്ത് അവിടെ നിന്ന് ഞങ്ങൾ 1 മാസം അയാൾ പറഞ്ഞ് 1 മാസം അനങ്ങാൻ പാടില്ല, അങ്ങനെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പം അതേമാതിരി തന്നെ ഞാൻ റെസ്റ്റിലായിന് 1 മാസം. അങ്ങനെ പിറ്റേ ദിവസം തുന്നെടുക്കാൻ വേണ്ടി വരുന്ന ദിവസമാണ്. അപ്പം ചേച്ചിക്ക് സുഖമില്ലുണ്ടായി. പെട്ടെന്നൊരു വയറുവേദനയ്ക്ക് വെച്ചാൽ ആങ്ങളുടെ മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നത്. ഞാൻ എൻ്റെ ഭാര്യമാരുടെ ഹോസ്പിറ്റലിൽ വന്ന് അവിടുന്ന് സ്റ്റിച്ച് എടുത്ത് വൈകുന്നേരം ആയിക്കിന് ഡോക്ടർ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ വാർഡിലേന്. അത് കഴിഞ്ഞ് വരുമ്പോൾ നേരം വൈകിന്. അപ്പം നോക്കുന്നതിന് കുറേ സമയം. അപ്പം ഞങ്ങളെ സ്റ്റിച്ച് എടുത്ത് ചെല്ലുമ്പോഴേക്ക് കുറേ സമയം വൈകിന്. അപ്പം എൻ്റെ ചേച്ചി തീരെ സുഖമില്ലാണ്ടായി. ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ചേച്ചി മരിക്കാനായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. ചെല്ലുന്ന സമയത്ത് ആരുമില്ല, ഞങ്ങളുടെ മക്കളൊക്കെ ഉണ്ട്. അപ്പം ഞാനവിടെ ചെന്ന് 5 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പം എന്നോട് ചോദിച്ചു, മോളെ എന്താ ഡോക്ടർ പറഞ്ഞെന്നൊക്കെ ചോദിച്ച്. ഞാൻ പറഞ്ഞില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കണം തന്നെ. അപ്പോൾ സ്റ്റിച്ചൊക്കെ എടുത്തതല്ല. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിറങ്ങി തലശ്ശേരിക്ക് പോകണ്ട, ഇവിടെ തന്നെ നിന്നോ, അങ്ങന്റെ മക്കളൊക്കെ എന്നെ നോക്കൂ. തലശ്ശേരിയിലാണോ ഹോം നേഴ്സിന്റെ പണി? അതെ, തലശ്ശേരിക്ക് പോകണ്ട, ഇവിടെ തന്നെ നിന്നോ, ഏട്ടൻ്റെ മക്കളൊക്കെ ഉണ്ടല്ലോ. ചേച്ചിനെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പം എന്നെ നോക്കണമാരെ തന്നെ എന്നെ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്നെ നോക്കണവരൊന്നും നിന്നെ നോക്കൂലല്ലോ, എൻ്റെ കല്യാണം കഴിഞ്ഞല്ലേ. അതൊന്നുമില്ല, ഞങ്ങൾ അച്ഛൻ്റെ പിന്നെ സ്വത്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓരോ എടുത്തതൊക്കെ. അപ്പം ആ സ്ഥലത്ത് ഞങ്ങൾ ചെറിയൊരു വീട് എടുത്തെന്നുള്ളൂ, ചേച്ചിക്ക് ഞാൻ താമസിക്കാൻ. അങ്ങനെ അത് പറഞ്ഞും കൊണ്ടിരിക്കുമ്പോൾ ചേച്ചി പിന്നെ മിണ്ടുന്നില്ല. ചേച്ചി മരണപ്പെട്ടു. ആ പറഞ്ഞു 5 മിനിറ്റ് നേരം നിന്നിട്ടുണ്ട്. അവിടെ തന്നെ നിൽക്കാനാണ് ചേച്ചി പറഞ്ഞത്. അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങളത് വെച്ചാല് നിങ്ങളോട് അവിടെ തന്നെ ശാരദാമ്മയോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞ് ചേച്ചി യാത്രയായി. അതെ. അപ്പൊ അത് വെച്ചാൽ അമ്മന്റെ സ്ഥലമാണ്. അപ്പൊ അമ്മന്റെ സ്ഥലത്ത് ഞങ്ങള് ഏട്ടന്റെ മക്കള്, ഏട്ടന്റെ ഒരു 4 മക്കൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് അതേമാതിരി. നിങ്ങൾ 3 മക്കളാണോ? നിങ്ങളും ഏട്ടനോ? ഒരു ഏട്ടനും. 4 മക്കൾ വേറെ ഇല്ല. ഏട്ടൻ മരിച്ചുപോയി. ഏട്ടന്റെ മക്കളാണ് 4 ആളില്ലേ. 4 ആളവിടെ ഉണ്ട്. ആ 4 പേരും നിങ്ങൾ 2 പേരും 6 പേരാണ് അവിടെ ഉള്ളത്. അപ്പൊ ഓരോ വീട്ടില്. അപ്പൊ ഞങ്ങൾക്ക് എപ്പോഴും അങ്ങന്റെ മക്കളെ വീട്ടിൽ നിൽക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞതാണ്, ഇങ്ങനെ പണിക്ക് വന്നപ്പോ ചേച്ചി അമ്മന സ്ഥലം ഉണ്ടല്ലോ, നമുക്ക് ഉണ്ടാക്കും, ചെറിയൊരു വീടെടുത്തിട്ട് നിൽക്കാം. എന്നിപ്പോ അങ്ങന്റെ മക്കളെടുത്ത് നിൽക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അങ്ങനെ ഓരോ വരാൻ നല്ലതാണ്. അപ്പൊ ഓരോ ഇവിടെ വീടെടുത്ത് ഞങ്ങൾ തൊട്ട് കൊണ്ടുതന്നെ ആര് ടെറസിട്ടിട്ട് 2 റൂമായി അത് ചെറിയൊരു വാർപ്പിട്ട വീട് ഞങ്ങൾ എടുത്ത്. അപ്പൊ എടുത്തതൊക്കെ ഞാൻ എൻ്റെ പൈസ ഉണ്ടാകും. അപ്പം ഭർത്താവ് മരിക്കുന്ന സമയത്ത് എനിക്ക്
5 സെന്റ് സ്ഥലം ഒരു വീടിന്റെ പേരുണ്ടായിന്. ആ വീട് വിറ്റ പൈസയാണ് വീടെടുത്തത്. നമ്മുടെ സ്ഥലമാണെന്നല്ലോ. അപ്പോൾ ഞാൻ തലശ്ശേരിയിലുള്ളത്. അപ്പോൾ ആ വീടെടുക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞ രണ്ടാളെ പേരിൽ വേണ്ടി എടുക്കാൻ വീട് തന്നെ. അപ്പോൾ ഞാനും അതേ അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ചു. 2 പേരിലെടുത്തിട്ട് വന്ന ശേഷം അങ്ങനത്തെ മോനെ കൊടുക്കാൻ നോക്കി. അപ്പോൾ ഇതൊന്നും ഞാൻ അറിയില്ല. ഞാനിവിടെ ജോലിക്ക് വെക്കുന്നില്ല, എപ്പോഴെങ്കിലൊക്കെ വീട്ടിൽ പോകുന്നുള്ളൂ. അപ്പോൾ പിന്നെ അപ്പം അതേമാതിരി തന്നെ ഞാൻ ഇതുവരെ വിചാരിച്ചു. ചേച്ചി മരണപ്പെട്ടൊരു മാസം കഴിഞ്ഞിട്ട് ഞാൻ ഈ കാല സ്റ്റിച്ചെടുത്ത് ചേച്ചി മരിച്ചില്ലേ, അങ്ങോട്ട് തലശ്ശേരിക്കന്നെ വന്നേ. ഈ മോന് സുഖമില്ലാത്ത മോൻ അവിടെ ഉള്ളത്. അപ്പോൾ ഓൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ 2 മാസം നിൽക്കുമ്പോൾ ഓന് പെട്ടെന്ന് മരണപ്പെട്ടെ. പിന്നെ ഇവിടെ കൊറോണ സമയമില്ല. അപ്പം വീട്ടിലേക്ക് ചെല്ലാൻ പുറപ്പെട്ടപ്പോൾ അങ്ങൻ്റെ മോൻ്റെ കാര്യം ഇവിടെ ഇപ്പം കൊറോണയില്ല, അങ്ങനെയാണ് എങ്ങനെയാണ് വരിക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഔട്ട് എന്താ ചെയ്യുന്നത്, ഇവിടെ ഞങ്ങളവിടെ തപസ്സുണ്ട്. ഇവിടെ നമ്മളെ വാർഡ് നമ്പറാണ് കൗൺസിലർ. ഓരാണെങ്കിൽ എല്ലാം ചെയ്തു തന്നത്. ഓപ്പറേഷൻ വാർഡ് കൊണ്ടുപോയതും ഓപ്പറേഷൻ ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടാക്കിയതൊക്കെ ഓര് തന്നെയാണ്. അപ്പോൾ ഓര് പറഞ്ഞു പിന്നെ എവിടേക്ക് പോകാനാണ്. ഇവിടെ വെച്ചാൽ ഞാൻ നിൽക്കുന്ന വീട്ടിൽ ഓലെ മോൾക്ക് സുഖമില്ലാത്തൊരു മോളിൽ ഓലെ ഭർത്താവും സുഖമില്ലാത്തതാണ്. പിന്നെ ഈ മോനും ഞാനൊക്കെ നിൽക്കുമ്പോൾ അവിടെ ആസ്പത്രി പോലെ ആവില്ലേ. അപ്പോൾ ഞാനും പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് പോയിക്കോളുന്നു. അങ്ങനെയാണ് പോയത്. അപ്പോൾ വീട്ടിൽ ചെല്ലുന്നത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഇതൊന്നും ഞാൻ അറിയില്ലല്ലോ. നമ്മളെ വീട്ടിലേക്ക് അടുത്ത വീടാണ്. അപ്പോൾ അങ്ങൻ്റെ മക്കൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങൻ്റെ മോനും ചില എല്ലാവരും വേറെ വീട്ടില ഒരു ഞങ്ങളെ വീട്ടിലേക്ക്. അപ്പൊ ഞാൻ അവിടെ നിന്ന് പോകുന്ന പടന്നെ ഞാൻ അറിയണ്ട ഓലത് വാടക കൊടുത്ത് വേറെ ആൾക്കാർ താമസമാക്കിയാണ്. ഞാൻ ചെല്ലുമ്പോൾ വീടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇവരെ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടായത്. അവിടെ ചെല്ലുന്നവർക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല ആ വീട്ടിൽ ചെന്നത്. എന്നാലും അങ്ങനെയെങ്കിൽ ഒരാഴ്ചയുടെ നിന്ന് കാലിന് കുറച്ചൊക്കെ ഒരു നല്ല വീക്കുണ്ട്. ഇവിടെ വരുമ്പോൾ നല്ല വീക്കുണ്ട് കാലം. അപ്പം എനിക്ക് അങ്ങനെ വെച്ചാൽ ആ ചെറുപ്പത്തിൽ എനിക്ക് ശീലമില്ല. ഒരാളെ കണ്ണുമോറും കണ്ടിട്ടുള്ള ഇഷ്ടമില്ലാത്തവരോടൊപ്പം നിൽക്കാൻ ചെറുപ്പത്തിൽ ഇഷ്ടമില്ല. അങ്ങനെ ശീലിച്ച് ചെറുപ്പത്തിൽ അതപ്പം ഞാൻ പറഞ്ഞേ ഞാനിങ്ങനെ അന്ന് രാവിലെ ഭക്ഷണം കഴിച്ചു. ഇങ്ങോട്ട് പറയണ്ടല്ല, എന്നാലും രാവിലെ ചായ മാത്രമേ കുടിച്ചുള്ളൂ. ഉച്ചക്ക് ഭക്ഷണമൊന്നും കഴിച്ചില്ല. വൈകുന്നേരമായി ഇവര് ആ വീട്ടിൽ തന്നെ പാങ്ങന്റെ മോളെയും വിളക്ക് ഞങ്ങൾക്ക് വിളക്ക് കത്തിക്കും. അങ്ങനെ അപ്പോൾ വിളക്കത്തിക്കുന്ന സമയത്ത് വിളക്കത്തിച്ച് അപ്പോൾ എന്നോട് എന്താ സ്ഥലത്ത് നിങ്ങൾ ചായ കുടിക്കാതെ ചോദിച്ചാൽ ഞാൻ എനിക്ക് വേണ്ടായിട്ടാണ്. എന്നാലും എനിക്ക് വിശക്കണില്ല ചേച്ചി. ഇല്ല എനിക്ക് വിശക്കണമെന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിപ്പോൾ ഒച്ചൽ വർത്താനം പറയുമ്പോൾ എനിക്ക് ഒച്ച എനിക്ക് ഇഷ്ടമല്ല. എത്ര അടി കണ്ടാലോ ഒച്ചയുടെ എനിക്ക് ഇഷ്ടമല്ല. എവിടുന്നായാലോ ഇപ്പം ഞങ്ങൾ വീട് അടുത്തടുത്ത് വീടാ. ഇപ്പം കിടങ്ങൊന്നുമില്ല, ഒക്കെ മുറ്റത്തോട് മുറ്റം വീടാ. അപ്പോൾ ആൾക്കാർ കേൾക്കില്ല ഒച്ചയുടെന്ന് വെച്ചാൽ ഞാൻ റൂമിലേക്ക് വന്നു. ഞാൻ കിടക്കുന്ന റൂമിലേക്ക് വന്നു. അപ്പോൾ അവിടെ വന്നു. അപ്പോൾ വിളക്കത്തിയാനയക്കണേ ഒരു 7 മണി സമയത്തിന്. അപ്പം നിങ്ങൾ ഭയങ്കര ഒച്ച. അപ്പം ഞാൻ പറഞ്ഞു എന്തിനാണ് പുഷ്പ എന്നുള്ള പേര്, പുഷ്പ എങ്ങനെ ഒച്ചിടണം, ആൾക്കാരെ കേൾക്കൂലേ, നിസ്സാര സംഗതി ഒച്ചിടണം. അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞു ഞാനിവിടെ നിൽക്കുന്ന എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ തന്നെ പറഞ്ഞു ഇഷ്ടപ്പെടുന്നില്ല. എന്നുവെച്ചാൽ എന്തെങ്കിലും ഒരു ബാത്റൂം ഞങ്ങൾക്ക് റൂമിലുണ്ട്, പുറത്തുണ്ട്, പുറത്തേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പം നിങ്ങളോട് പറയേണ്ടതല്ല. അപ്പോൾ ഞാൻ ബാത്റൂമിലേക്ക് ഞങ്ങളെ പൂജാമുറിയൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് അവിടെ. അപ്പോൾ അവിടെ പോകുന്നു. എല്ലാവരും അവിടെ പോകുന്നുണ്ട്, എനിക്ക് മാത്രമേ പോകാൻ എന്താ അപ്പം സുഖമില്ലാതെ വേണ്ടിയിട്ട് കല്യാണമായിട്ട് ഞാൻ അവിടെ പോകുന്നു. അത്ര ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഞാൻ പുറത്ത് മഴയത്തൊക്കെ വീട് വാടക കൊടുത്ത് പൈസ വാങ്ങുന്നവരാണ് വാങ്ങുന്നത്. എന്നിട്ടാണ് നിങ്ങൾ അവരുടെ വീട്ടിലെ ബാത്റൂമിൽ പോകാൻ വിടാത്തത്. അതൊന്നല്ല ഞങ്ങളെല്ലാം നയിക്കുന്ന പൈസക്ക് ഞാൻ മുഴുവൻ അവർക്ക് തന്നെ കൊടുത്തു. പിന്നെ ഞാൻ സ്വർണ്ണൊക്കെ ആയിട്ട് അതും ഞാൻ വാങ്ങിച്ചു കൊടുത്തേക്കണേ. ഇപ്പം എൻ്റെ അടുത്തൊന്നും ഇല്ലാന്നേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് വല്ലാണ്ടായിട്ടോ. ഇങ്ങനെ രാത്രിയാകുമ്പോൾ ഞാൻ ഇങ്ങനെ ഒച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ പറയും പുഷ്പ ഈ ഇങ്ങനെ തന്നെ ഏച്ചിനെ ചെയ്തത്, ഏച്ചി പാവം അങ്ങനെ കേട്ടോ, വിലക്ക് ഇഷ്ടമുള്ളപ്പം കൊണ്ടു കൊടുക്കുമോ, ശരിക്കും അവർക്ക് നടക്കാനൊന്നും പറ്റുമല്ലോ. അപ്പോൾ ഞാൻ തലശ്ശേരിയും ചെന്നാൽ പറയും മോളെ എങ്ങനെയാണ് മോളെ, ഞാൻ രാവിലെ എനിക്ക് വിശന്നിട്ട് വയ്യ അങ്ങനെ. അപ്പോൾ ഞാൻ പറയും ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുന്ന വീട്ടിൽ പോകുമ്പോൾ. അപ്പോൾ വീട്ടിൽ അത് ഓൾക്ക് ഇഷ്ടപ്പെടില്ല. എന്താ പറയുക ഓലെ എന്താ മോളെ വിചാരിക്കുക, എനിക്ക് ഈ വാങ്ങിക്കൊണ്ട് തന്നാൽ അതുകൊണ്ട് ഈ ഒന്നും വാങ്ങാണ്ട് ഓള് തിന്നൂല, ഒരങ്ങോട്ടേക്ക് തന്നെ കൊടുക്കുക. അപ്പം പിന്നെ ഞാൻ ഒന്നും വാങ്ങാനില്ല, വെറുതെ പോയിട്ട് എൻ്റെ പൈസ അവർക്ക് തന്നെ കൊടുക്കുക. അങ്ങനെയാണ് അവിടുന്ന് ഇറങ്ങി പുറപ്പെടേണ്ടി വരുന്നത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ഞാൻ നോക്കി വീട്ടിലെ മോൻ മരിച്ചില്ല. അപ്പോൾ ഓൻ്റെ ഏട്ടൻ്റെ രാവിലെ തന്നെ വിളിക്കുന്നു, ഒരെന്നെ കൂടെ വിളിക്കും, തലശ്ശേരിയിൽ നിന്ന് ഏട്ടൻ വിളിക്കുന്നു. അപ്പം
അപ്പം ഞാൻ ചോദിച്ചു സാറല്ലേ എങ്ങനെയുണ്ട് അവിടെ എനിക്ക് സുഖമാണൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കേൾക്കാൻ നിങ്ങൾ നിന്ന വീട്ടിൽ നിന്ന് അവർ വിളിക്കും വിളിക്കുന്നേ കേൾക്കാൻ എനിക്ക് സുഖമുണ്ടെന്നൊക്കെ ചോദിച്ചു ഒരുപാട് തളർന്നു പോയ ആ ഒരു സാലി എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. ഒരു മരുന്ന് ജോലിയുള്ള അവരാണ്. അവരെയാണ് പരിചരിച്ചത്. അപ്പൊ അവരെ വിളിച്ച് അന്വേഷിക്കും. പരിചരിച്ചോ? 23 കൊല്ലം 23 കൊല്ലം ആ വീട്ടിൽ നിന്ന് അവര് നിങ്ങളെ വിളിച്ച് അന്വേഷിക്കും അല്ലേ? അതെ. അപ്പൊ അത്ര പോലും ജീവിതം മൊത്തം ഒഴിഞ്ഞു വെച്ച ഇവരന്വേഷിക്കൂല. കാക്ക ചോദിച്ചു എങ്ങനെ സ്ഥലം എനിക്ക് ഇവിടെ സുഖമുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു കാക്ക എനിക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് തന്നെ വരുന്നുണ്ട്, എന്നോട് ആകെന്ന് പറഞ്ഞല്ലേ അവിടേക്ക് പോകണ്ടെന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു കാക്ക ഇങ്ങനെ ഒരാൾ ഫോൺ ചെയ്തിട്ട് എനിക്കത് ആരാന്ന് വെച്ചു. ഒരാളെന്നെ വിളിച്ചിട്ട് പണിക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലത്തേക്ക്. അപ്പം കാലം സുഖമില്ലാത്ത ഞാൻ അവിടെ നിൽക്കാൻ പറ്റില്ല, വേറെ എവിടെയെങ്കിലും പോകാന്നുള്ളതിൽ എന്നെ വിളിച്ച് വില ആൾക്കാരെന്നാ വില കുടുംബക്കാരെ കാക്കാൻ്റെ വിളിക്കും. അപ്പം ഞാൻ പറഞ്ഞു ആരാന്ന് വെച്ചു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു എത്തിയും ഡോക്ടർ ഭാര്യയ്ക്ക് സുഖമില്ല, ഓരോ നോക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു തന്നെ. അപ്പോൾ എൻ്റെ അടുത്ത് നമ്പറുണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്പറുണ്ട് എൻ്റെ അടുത്ത് തന്നെ. എന്നാൽ സാറിലൊരു കാര്യം ചെയ്യും, അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കുക തന്നെ. അപ്പം ഞാൻ വിളിച്ചു നോക്കി. അപ്പം തന്നെ വിളിച്ച് 6 മണി 7 മണിയാകുമ്പോൾ 7 മണിക്ക് വിളിച്ചു തന്നെ. അപ്പം തന്നെ വിളിച്ചപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ സ്ഥലത്ത് നിങ്ങളെ കിട്ടാൻ തന്നെ കളിക്കുന്നത്, ഒന്നും ചെയ്തിട്ടില്ലേ വേണ്ടില്ല, നിങ്ങൾ വാ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഒറ്റക്ക് എന്താ ലേശമുണ്ട് വഴിക്ക് പോകണം ഓട്ടോ കിട്ടണമെങ്കിൽ എനിക്ക്. അപ്പം ഞാൻ അറിയുന്ന ആൾക്കാരൊക്കെ വീടൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ അവളോട് പറഞ്ഞു ചേച്ചി എനിക്ക് ഒരു ഓട്ടോ വേണം, ഇങ്ങനെ പണിക്ക് വലിയ വീട്ടുകാരൊന്നും അറിയില്ലേ. എണീച്ചപ്പോൾ തന്നെ എനിക്ക് വല്ലാണ്ട് വിഷമം. എനിക്ക് ഒരു വണ്ടി ഇട്ടിക്കാൻ നന്നായി. അതെന്തിനാ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് തലശ്ശേരിക്ക് പോവുകയാണ്, ഒരു വണ്ടി വേണമെന്ന്. അപ്പോൾ എപ്പോഴാണ് പോകണത്, എപ്പോഴായാലും വേണ്ടില്ല. വീട്ടിനടുത്ത് സൗദാണ് ഒരാളുണ്ട്, എല്ലാവരായിട്ടും നല്ലതാണ്, എല്ലാ ആൾക്കാരും ഞങ്ങളായിട്ട് വലുതാ. ഈ വീട്ടിലുള്ളത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ. അപ്പം ഇതല്ലാണ്ട് ഞാൻ എപ്പോഴാണ് സ്ഥലം പോകേണ്ടത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എപ്പോഴായാലും വേണ്ടില്ല, നിങ്ങൾ ഓരോട് ചോദിക്കും. അപ്പോൾ ഓട്ടോ പറഞ്ഞ് ഞങ്ങളെല്ലാം 3 മണിക്ക് വരാറില്ല. അപ്പം സമാധാനം എനിക്ക്. അപ്പോൾ 3 മണിയാകുമ്പോൾ വരില്ല. അപ്പോൾ ഞാൻ വേഗം സിഗ്നൽ ചെയ്ത് ഇരുന്ന് 3 മണിയാകുമ്പോൾ വണ്ടി വന്നു. അപ്പം ഞാൻ ആ വീട്ടിൽ കുട്ടി തന്നെ മോളെ ഓട്ടോ വന്നിട്ട് തന്നെ. അപ്പോൾ എൻ്റെ ആങ്ങളുടെ മോൻ്റെ ചായ കുടിക്കണേ വൈകുന്നേരം. അപ്പോൾ ആ പണ്ട് സ്ഥലത്തിന് വന്നിട്ട് വൈകുന്നേരം ചായ കുടിക്കണം. 3 മണിയാകുമ്പോൾ വരുന്ന. അപ്പം ഇവളുണ്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റാൻ വേഗം മുകളിലേക്ക് പോയിട്ട് ഫോൺ ചെയ്യുന്നുണ്ട് ആങ്ങളുടെ മോൻ്റെ ഉള്ളിൽ. അടുത്ത ആങ്ങളുടെ മോനാ, രണ്ടാമത്തെ ഏട്ടൻ്റെ മോനാണ്, ഏട്ടൻ്റെ രണ്ടാമത്തെ മോൻ. അപ്പം സ്ഥലത്തിൻ്റെ പോകാൻ പുറപ്പെട്ടിന് സാരിയൊക്കെ മാറ്റിക്കുമെന്നാണ്. എവിടേക്കൊന്നും എനിക്കറിയില്ല, അവിടെ ചോദിച്ചിട്ടില്ലേ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം പോരാൻ പുറപ്പെട്ട് ഞാൻ വേഗം പുഷ്പ ഞാൻ പോകുക താഴത്തെ മുകളിൽ വിളിച്ചറിഞ്ഞു. പുഷ്പ ഞാൻ അപ്പം മോൻ തരണേ എടുത്ത് നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ മോനെ എവിടേക്കും അറിയില്ല മോനെ, ഞാൻ എവിടെയാ എത്തണേ അവിടെ എത്തും ഞാൻ പറഞ്ഞു. അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ മോന് കല്യാണം വെച്ച കുട്ടിയുണ്ട്, ഓളവിടെ ഓളെ വീട്ടിൽ പോയതാ. എവിടെയാണ് ഞാൻ പോകണമെന്ന് വെച്ചാൽ അവിടെ എത്തും തന്നെയാണ് അവിടെ ഇറങ്ങി പോകുന്നത്. പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. നമുക്ക് ഫസലിനോടൊന്ന് സംസാരിക്കാം. ഫസൽ ബാത്തല, ഇവിടെ ഒരു പൂർണ്ണമായിട്ടും സൗജന്യമാണോ നിങ്ങൾ ഈ പറഞ്ഞ ഹാപ്പി ഹോമും ഡയാലിസും കുട്ടികളുടെ ചികിത്സയും എല്ലാം പൂർണ്ണമായും സൗജന്യമാണ്? സൗജന്യമാണ്. ഇതിൻ്റെ ഫണ്ട് എങ്ങനെയാണ് നിങ്ങൾ സ്വരൂപിക്കുന്നത്? സമൂഹത്തിൽ പിന്നെ നാട്ടിൽ നിന്നും വിദേശത്തു നിന്നെല്ലായിട്ട് ഇങ്ങനെ കളക്ഷൻ ആക്കുന്നു. പിന്നെ ബോക്സ് കളക്ഷൻ ഉണ്ട്, എല്ലാ വീടുകളിലും ബോക്സ് കൊടുത്തിട്ട്. എപ്പോഴെങ്കിലും ദുരിതത്തിലാകാറുണ്ടോ? ചെലവ് നടത്താൻ ബുദ്ധിമുട്ടാറുണ്ട്? ഇതുവരെ വലിയ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. അങ്ങനെ നടന്നു പോകുന്നുണ്ട്, കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. കാര്യങ്ങൾ വലിയ തടസ്സം. ഏകദേശം മാസത്തിൽ 10 ലക്ഷം റുപ്യോളം ചെലവാണ്. 10 ലക്ഷം റുപ്യ ഈ മൊത്തം. അതെ, അത് കൃത്യമായി നടന്നു പോകും. മനുഷ്യനെ നന്നായി സഹായിക്കുന്നുണ്ട്. നന്മയുള്ള കുറെ മനുഷ്യരുണ്ട്, ഒരുപാട് മനുഷ്യന്മാരുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അല്ലേ? അബ്ദുൽ ഖാദർ, ഈ ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളോട് മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ഭംഗിയായിട്ട് തന്നെയാണ് ഇതെല്ലാം നിങ്ങൾ കൊണ്ടുപോകുന്നത്. തറവാട് എന്ന ഈ സ്ഥാപനം, ഈ തറവാടിന്റെ ഇപ്പൊ നിങ്ങൾ ഇരിട്ടിയിൽ ഒരു പ്രൊജക്ട് പറഞ്ഞു, തലശ്ശേരിയിൽ നിങ്ങൾ എന്തൊക്കെയാണ് വിഭാവനം ചെയ്യുന്നത്? തലശ്ശേരി എന്നത് ഫിസിയോ ന്യൂറോ റീഹാബിലിറ്റേഷൻ സെൻ്ററാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ ചെറിയ കുട്ടികൾക്കുള്ള ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി വലിയ ആളുകൾക്ക് ചെയ്യാനുള്ള വേദി ഞങ്ങൾക്കില്ല. അപ്പോൾ ഈ പ്രത്യേകിച്ച് ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ള ഹോസ്പിറ്റലുകൾക്ക് ന്യൂറോ കേസസ് ഉണ്ട്. പിന്നെ ഈ ഹെമറേജസ് വന്നിട്ടുള്ള 10, 60, 40 വയസ്സുള്ള കുറേ ആളുകൾ കിടക്കുന്നുണ്ട്. ഇവരൊക്കെ സാമ്പത്തികമായിട്ട് വളരെ താഴെ കിടക്കുന്നുള്ള, ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തത്.
അത്ര ആളുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു സാധനം ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അവർക്ക് നമ്മൾ നേരത്തെ ചാരിറ്റിയുടെ കാര്യം പറഞ്ഞ പോലെ ഈ ചാരിറ്റിയിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന സംഭാവന കൊടുത്ത് അവർക്ക് വാഹനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ, അവർ വീട് വെക്കാനുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ ചെയ്തു കൊടുക്കും. അത്രയും ആളുകൾക്ക് നമുക്ക് ഈ തെറാപ്പി സെൻറ്ററിലേക്ക് എത്തിപ്പെടാനുള്ള സൗകര്യങ്ങൾ ഒക്കെ ചെയ്തു കൊടുത്ത് അവർ തെറാപ്പികൾ ചെയ്യും. ചിലവർക്ക് വർഷങ്ങളോളം ചെയ്യണം. ഒരു തെറാപ്പി ചെയ്യണമെങ്കിൽ 600 തൊട്ട് 800 രൂപ ഇത് ചിലവുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ വാഹന എല്ലാം കൊണ്ട് ഒരു ദിവസം ഡെയിലി തെറാപ്പി ചെയ്യണം, ഒരു ദിവസം 1000-1200 രൂപ ചിലവ് വരുന്നുണ്ട്. അപ്പം അത്രയും ആളുകളുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ. ഈ ചാരിറ്റി ആക്ടിവിറ്റീസ് ഏതൊക്കെ മേഖലകളിലാണ്? ഇതെല്ലാം ചാരിറ്റി തന്നെയാണ്, പക്ഷെ നിങ്ങൾ അവസാനം 4ാമതായിട്ട് ചാരിറ്റി പ്രത്യേകം എടുത്തു പറഞ്ഞല്ലോ. അതിന്റെ മാനദണ്ഡം എങ്ങനെയാണ്? അത് ഏതൊക്കെ മേഖലകളിലാണ്? അതിലിപ്പം വരുന്നത് ഇപ്പം നമ്മൾ പിന്നെ ഹാപ്പി ഹോമിൽ വരുന്ന കേസ്, ഇത് പിന്നെ ഡയാലിസിസ് ഇതല്ലാത്ത ആളുകൾ, സാമ്പത്തികമായിട്ടുള്ള അസുഖമായിട്ട് കിടക്കണം എന്നുള്ള കിടപ്പ് രോഗികൾ വീടുകൾ, അവർക്കൊക്കെ നമ്മൾ വല്ല ആവശ്യങ്ങൾ വന്നു, അല്ലെങ്കിൽ ചില വീട്ടിൽ കഷ്ടപ്പാടൊന്നും നേരത്തെ കഞ്ഞി കുടിക്കാൻ പോകില്ലാത്തവർ, കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, ഇത്തരം ആളുകളെ നമ്മൾ അപേക്ഷകൾ വന്നതിനാൽ നമ്മളൊരു 3 അംഗ കമ്മിറ്റിയാണ്. അവർ പോയി അവർ വീടിനെ സംബന്ധിച്ചും അയാളെ ചുറ്റുപാടിനെ സംബന്ധിച്ചും ഒക്കെ അന്വേഷിച്ചിട്ട് ജെനുവിൻ കേസാണെങ്കിൽ നമ്മൾ സാമ്പത്തികം സഹായിക്കും. ഫസൽ ബാത്തല, നമുക്കിപ്പോൾ ഈ ഡയാലിസ് എന്ന് പറയുന്ന സംഭവം, അതിന് സ്ലോട്ട് കിട്ടാതെ മനുഷ്യർ ക്യൂ നിൽക്കുകയാണ് എല്ലാ സ്ഥലത്തും. അപ്പോൾ അതിന് സ്ലോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരാൾ മരിക്കണം. കാരണം എന്താ വെച്ചാൽ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മരണം സംഭവിച്ചാൽ മാത്രമേ ക്യൂവിൽ നിൽക്കുന്ന അടുത്തയാൾക്ക് ജീവിക്കാൻ പറ്റൂ. അതാണ് ഇന്നത്തെ അവസ്ഥ. നാട്ടിലുടനീളം ഡയാലിസിസ് സെന്ററുകൾ സാമൂഹ്യ പ്രവർത്തകർ ഉണ്ടാക്കുന്നുണ്ട്. കിഡ്നി മാറ്റിവെക്കുക, അല്ല കിഡ്നി മാറ്റിവെക്കാൻ പറ്റാത്തവരാണല്ലോ ഡയാലിസിന്റെ പുറകെ വരുന്നത്. നമ്മൾ ഇവിടെ ഈ ആളുകൾക്ക് ഈ ഡയാലിസിസ് ചെയ്യുന്നതിന്റെ മാനദണ്ഡം എങ്ങനെയാണ് ഈ സ്ലോട്ട് അനുവദിക്കുന്നത്? സ്ലോട്ട് അനുവദിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഇവിടെ അവരുടെ ചികിത്സയുടെ കാർഡും 2 ഫോട്ടോ ആയിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്തതിന്റെ ഒരു ലെവലിലാണ് അന്വേഷിച്ചിട്ട് ആളെ കണ്ടു. അതായത് പോയി സീനിയോറിറ്റി അടിസ്ഥാനത്തിൽ ആണ് അവരെ വീട്ടിൽ പോയി അന്വേഷിക്കും. എന്നിട്ട് അവരത് അർഹതപ്പെട്ടവരാണെന്ന് നോക്കും, ചെയ്തു കൊടുക്കും. പൂർണ്ണമായും സൗജന്യം, ഒരു പൈസ പോലും നമ്മൾ വാങ്ങിച്ചു. ഓക്കെ, ശാരദാമ്മ ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? എവിടെയാ പഠിച്ചതെല്ലാം? കമ്പിളിപ്പറമ്പ് സ്കൂളിലെ ഞങ്ങളെ കോഴിക്കോട് കമ്പിളിപ്പറമ്പ് സ്കൂളിൽ. എത്ര വരെ പഠിച്ചു? 5 വരെ പഠിച്ചു. പാട്ടെല്ലാം പാടുമായിരുന്നോ? പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നോ ചെറുപ്പത്തില്? ഏത് പാട്ടാ ഇഷ്ടമുള്ള പാട്ട്? അങ്ങനെ അതൊന്നുമില്ല. എപ്പോഴും പാടാറുണ്ട് ഇടയ്ക്ക്? പാട്ട് പാടുമെന്ന് എന്നോട് ആരോ പറഞ്ഞല്ലോ ഇവിടെ വന്നപ്പോ. ശാരദാമ്മ 4 വരി പാടുന്നത് കേട്ടു. നമുക്കൊരു 4 വരി പാടിയാലോ? ഈ സഹോദരങ്ങളുടെ മക്കളൊക്കെ ഇങ്ങനെ ചെയ്തപ്പോ അവരോട് എന്താ ശാരദാമ്മക്ക് തോന്നിയത്? അങ്ങനത്തെ വെറുപ്പൊന്നും തോന്നിയില്ല. അവർ ഞങ്ങൾ ചെറുപ്പത്തിലേ കൊണ്ടിടുന്ന മക്കളല്ലേ, എടുത്തു വളർത്തി കുളിപ്പിച്ച് കൊണ്ട് നടന്നതല്ലേ? അല്ലേ? ആ കുട്ടികൾക്കൊക്കെ വലിയ കാര്യമാണ്. പക്ഷെ ഇവര് ഈ പെണ്ണുങ്ങൾ മാത്രം അങ്ങനെ. ഈ ആങ്ങളുടെ ഭാര്യ, പിന്നെ ഈ മക്കളെ ഭാര്യമാര്, അങ്ങനെ ഭാര്യയില്ലേ, ഞങ്ങളുടെ ഭാര്യ മരിച്ചുപോയി. പിന്നെ ഞങ്ങളുടെ മക്കളുടെ ഭാര്യമാര് ഓള് മാത്രം, ഒരാളെ മാത്രം. വേറെ 2 നല്ല ആൾക്കാരെ. ഇവർക്ക് ഞങ്ങൾ കൊടുക്കണത് ചേച്ചിൻ്റെതും എന്റേതും ഇവർക്ക് എല്ലാം കിട്ടിയവരാണ് നിങ്ങൾക്കെതിരെ. അതെ, മറ്റവർക്ക് 2 ഞങ്ങൾ കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. അവർക്ക് നിങ്ങൾ സ്നേഹമാണ്. അപ്പൊ ഈ കൊടുത്താൽ ഇങ്ങനെ ഉണ്ടല്ലേ, കൊടുത്താൽ ശത്രുത കിട്ടൂല്ലേ? നമ്മൾ സ്നേഹിക്കുകയും നമ്മുടെ സമ്പാദ്യം കൊടുത്താൽ. അഥവാ ഞാൻ ഇവിടുന്ന് തലശ്ശേരി പോയിട്ടുണ്ടെങ്കിൽ പൈസ കഴിച്ച് കൊടുക്കും. ആ പൈസ ഞാൻ അറിയാണ്ട് ചേച്ചി ഇവർക്ക് മോനെ കൊടുക്കാം, മറ്റൊരു കൊടുക്കൂല. ആർക്കാണോ ഏറ്റവും കൂടുതൽ സമ്പാദ്യം കിട്ടിയത് അവരാണ് നമുക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത്. മറ്റവർക്ക് 2 ഒന്നും കൊടുത്തിട്ടില്ല, ഞാനും കൊടുത്തില്ല, ചേച്ചും കൊടുത്തിട്ടില്ല. ശാരദാമ്മക്ക് ഈ ജീവിതം നൽകിയ ഒരു അനുഭവം, ഒരു പാഠം എന്താണ്? എന്തായാലും ജീവിതത്തിൽ ഇപ്പം വളരെ കൃത്യമായിട്ട് ശാരദാമ്മ എല്ലാം പറയുന്നുണ്ട്, ജീവിതത്തിൽ കടന്നു വന്ന വഴികൾ, ശാരദാമ്മക്കുണ്ടായ അനുഭവങ്ങൾ, ശാരദാമ്മക്ക് നൽകിയ പാഠം എന്താണ്? ഇനി ഒരു ശാരദാമ്മ ഇത്തരത്തിൽ ഉണ്ടാകാതിരിക്കാൻ അവരുടെ അറിവിലേക്ക് പറയാൻ പറ്റൂ ഒരു പാഠം ഓർമ്മയിൽ വരുന്നത്? എന്താണ് പഠിച്ചത് ഇതിൽ നിന്ന്? ഈ അനുഭവങ്ങളിൽ നിന്ന് 5ാം ക്ലാസ് വരെ പഠിച്ചപ്പോ പരീക്ഷ എഴുതി, അല്ലെങ്കിൽ 4ാം ക്ലാസ്സിൽ ജയിച്ചപ്പോൾ നമ്മൾ വന്നല്ലോ എന്ന് പറഞ്ഞതുപോലെ ജീവിതം നൽകിയ ഈ പാഠം, ഈ അനുഭവങ്ങൾ ശാരദാമ്മക്ക് എന്താണ് പഠിപ്പിച്ചത്? ഇപ്പൊ അവരോട് ഭയങ്കര ദേഷ്യമായിട്ട് തോന്നണത്, ഈ ആങ്ങളുടെ ഈ ഇവളോട് മാത്രം. ആങ്ങളുടെ മോനും നല്ല ആളാ, ഇവളൊരൊറ്റ കാരണം. അവള് മാത്രം ഇങ്ങനെയാകാൻ കാരണം അതെന്നുവെച്ചാൽ ഓർക്ക് പൈസ കിട്ടണം,
ഞാനവിടെ ചെന്നിട്ട് ഞാനതപ്പം മരുന്ന് വാടകയെല്ലാം നിങ്ങൾ വാങ്ങാൻ തുടങ്ങിയാലോ അല്ലേ വീടിന്റെ? ഞാനവിടെ പോയി ഓപ്പറേഷൻ കഴിഞ്ഞ് പോയിട്ടും പൈസ ഞാൻ തന്നെ കൊടുക്കണത്. ഇനി ഹോസ്പിറ്റലിൽ വരണമെങ്കിൽ പൈസ ഞാൻ കൊടുക്കും. ആംബുലൻസ് വിളിച്ച് വന്നൊക്കെ ആംബുലൻസിൽ വരില്ലേ, അപ്പോഴൊക്കെ പൈസ ഞാൻ തന്നെ കൊടുക്കല്ലേ. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് പിന്നെ ഒരു ഗുളിക വാങ്ങാണ്ട് എനിക്ക് തലച്ചുറ്റല്ല. അപ്പം ഞാൻ അങ്ങനെ അന്നപ്പം ഗുളിക വാങ്ങാൻ വേണ്ടി വെള്ളം മോൻ്റെ അടുത്ത് കൊടുത്തു. അപ്പം മോൻ മരുന്ന് കൊണ്ടുത്തന്ന് കുട്ടികൾ കൊണ്ടുത്തരുമോ? അപ്പോൾ ആ കുട്ടികൾ ഓൻ്റെ പൈസ തോൻ വാങ്ങി. അപ്പോൾ ഞാനും അവന് പൈസ കൊടുക്കാൻ വേണ്ടി പുറപ്പെട്ടു. അപ്പോൾ മോൻ വാങ്ങിയില്ല. ഇവളെന്താ പറഞ്ഞു, അത് വാങ്ങിക്കോ, എന്തെങ്കിലും വാങ്ങിക്കോ, എനിക്ക് വാങ്ങിക്കോ, സ്ഥലത്തിനടുത്ത് പൈസ ഉണ്ട്, നീ വാങ്ങിക്കുക. അപ്പോൾ ഉള്ളിൽ കൊടുത്ത്. അപ്പോൾ മറ്റേ മോളോട് അതേപോലെ തന്നെ ഇതുപോലെ കുറേ ദിവസം കഴിഞ്ഞപ്പം ഓൻ്റെ മോളോട് തന്നെ ഞാൻ പറഞ്ഞു, മോളെനിക്ക് എങ്ങനെ ഗുളിക വാങ്ങണം. അപ്പോൾ ഞാൻ പൈസ എടുത്തപ്പോൾ ഇല്ല വാങ്ങിയില്ല. ഇവള് കണ്ണുകൊണ്ട് കാട്ടി കൊടുക്കണം വാങ്ങിച്ചോ. അത് ഞാൻ കണ്ടു. അപ്പം എനിക്ക് വല്ലാണ്ടായി. മക്കളങ്ങനെ അല്ലല്ലോ. അപ്പം ഞങ്ങളങ്ങനെയല്ല, ഞങ്ങൾ എന്തുണ്ടെങ്കിലും ഒരിക്കൽ കൊടുക്കില്ല, മറ്റൊക്കെ ഒന്നും കൊടുക്കില്ല. ഞാനാലോചിച്ചാൽ ഞാൻ കൊടുക്കാതെ പറ്റിയിട്ട് വല്ല പറയല്ലോ. കല്യാണി എന്ന പേര്. കല്യാണി. അപ്പം ഞാൻ എൻ്റെ കഴുത്തിൽ ഒരു ചെയിനുണ്ടായിന്, ചേച്ചിൻ്റെ കഴുത്തിലിട്ട് പണയം വെച്ചിട്ടുണ്ടായിന്. അപ്പം ഞാൻ എൻ്റെ അടുത്ത് രണ്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ഇത് ഇട്ട കഴുത്തിലിട്ട് ഓർക്ക് ഊരി കൊടുത്ത്. ഞാൻ ഇവിടെ തലശ്ശേരിക്ക് പോവുകയും ചെയ്ത്. പിന്നെ ചെന്നപ്പോൾ ഓളെ കഴുത്ത് ചെയിനില്ല. അപ്പം ചേച്ചി ചെയിനെടുത്തു. അത് ഞാൻ മോനുണ്ടാകാൻ കൊടുത്തിരിക്കുന്നത്. അതെന്തിന് ഇങ്ങനെ പെണ്ണ് കാണാനൊക്കെ പോകുന്നുണ്ട്, ഓൻ്റെ ഒപ്പരമുള്ള കുട്ടികൾക്ക് ചെയിനുണ്ടല്ലോ, ഓൻ്റെത് ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഓന് കൊടുത്താണ്. അപ്പോൾ എനിക്കിതിനെ ചോദിക്കാനൊന്നും പറ്റില്ല, അങ്ങനത്തെ മോൻ്റെ മോനല്ലേ. അപ്പം ഞാൻ പറയും, എന്തിനാ എന്നോട് ചോദിക്കാണ്ട് കൊടുത്തത്? അത് സാലേ മോളെ, എനിക്കിപ്പോൾ വേണോ ചോദിച്ചാൽ പറയും, എനിക്ക് വേണ്ട, ഇപ്പോൾ നല്ല അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, എനിക്ക് തന്നതല്ല, എന്തിനാ ഓക്ക് കൊടുത്തതെന്ന് വെച്ച് ഓനെ കൊടുത്തേച്ച്. അപ്പോൾ പറഞ്ഞു അങ്ങനെ വെച്ചാൽ ഓക്കെ ചേച്ചി ദേഷ്യം വിളിച്ച് കൊടുത്തിട്ട് ഞാൻ കൊടുത്തിട്ട് ചേച്ചി ദേഷ്യം വിളിച്ച്. പിന്നെ ഞാൻ അവളെ ദേഷ്യം കണ്ട് ഞാൻ പിന്നെ ചോദിച്ചതില്ല. നല്ല രസകരമാണ് ജീവിതം അല്ലേ? ഇവിടെ ഇപ്പൊ എങ്ങനെ അടിപൊളിയാണോ? നല്ല സന്തോഷമാണോ? ഇവരെല്ലാം നന്നായിട്ട് നോക്കുന്നുണ്ടോ? കൂട്ടുകാരികളൊക്കെ ആരൊക്കെ ഇവിടെ? കുറെ ആൾക്കാരുണ്ട്. ഓ നരേഗ, ഈ എപ്പിസോഡ് വളരെ ഹാപ്പിയാണ് ഞങ്ങൾ. കാരണം ഞങ്ങൾ തറവാട്ടിലെത്തിയപ്പോൾ ഇതിന്റെ ഒരു മൊത്തമുള്ള ആംബിയൻസ്, പിന്നെ അന്തേവാസികളൊക്കെ ഇപ്പം 2 അന്തേവാസികൾ, നബീസ്തയും അതുപോലെ തന്നെ ശാരദാമ്മയും നമ്മോടൊപ്പം ചേർന്നു. രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഈ വൃദ്ധസദനങ്ങളെന്നൊക്കെ കേൾക്കുമ്പോൾ ചില സ്ഥലത്തെല്ലാം പോകുമ്പോൾ നമ്മളിൽ ഭയങ്കര അസ്വസ്ഥത സൃഷ്ടിക്കാറുണ്ട്. അങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ഞാൻ ചില കേന്ദ്രങ്ങളിൽ ചില പരിപാടികൾക്കൊക്കെ പോയപ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ വലിയ സന്തോഷമാണ് തോന്നുന്നത്. അത്ര വൃത്തിയിൽ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന കുറേ നന്മയുള്ള മനസ്സിനുടമകൾ നമ്മോടൊപ്പമുണ്ട്. ഇത് ഒരു മാതൃകയാണ് നാടിന്. നാട്ടിലുടനീളം ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പോരാ, ഇനിയും ഇത്തരം സ്ഥാപനങ്ങൾ കൂടുതൽ വരേണ്ടതുണ്ട്. കാരണം എന്താണെന്നറിയോ, അത്രയേറെ മനുഷ്യർ നന്ദി കെട്ടവരാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പിന്നെ മതവും ജാതിയും ഒക്കെ മനുഷ്യന് വല്ലാതെ അങ്ങനെ വിഷം കുത്തിവെക്കുന്ന പുതിയ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഇത്തരം കൂട്ടായ്മ ഇവരെ നബീസ്തയും ശാരദാമ്മയൊക്കെ കൂട്ടുകാരികളെ പോലെ ചേർന്ന് നിന്ന് ജീവിക്കുകയാണ്. യഥാർത്ഥ സ്നേഹവും സന്തോഷവും ഇവിടെയാണ് കാണുന്നത്. ഇതൊരു മാതൃകയാണ്. പ്രേക്ഷകരുടെ മനസ്സിലും ഇത്തരം നന്മകൾ ഉടലെടുക്കണം. നമുക്ക് ഇത്തരം സ്ഥാപനങ്ങൾ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുന്ന, തെരുവിലേക്ക് തള്ളപ്പെടുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ നമ്മൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് തയ്യാറെടുക്കണം. അതിനുള്ള ആരൊക്കെയോ അതിൻ്റെ പുറകെ പോകുന്നുണ്ടെങ്കിൽ അവരോടൊപ്പം ചേരാൻ നമുക്കും മനസ്സുണ്ടാകണം. അല്ലെങ്കിൽ നമ്മൾ തന്നെ നേതൃത്വം കൊടുത്ത് ഇത്തരം സ്ഥാപനങ്ങൾ കൊണ്ടുവരണം. അതിനുള്ള ചെറിയൊരു ശ്രമമാണ് നേർരേഖ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേർരേഖ ഇങ്ങോട്ട് വന്ന തറവാടിനെ തേടി, തണലൊരുക്കിയ ഈ തറവാടിനെ തേടി ഞങ്ങൾ എത്തിയത്. പങ്കെടുത്ത നിങ്ങൾ 3 പേർക്കും നബീസ്താക്കും നേർരേഖയുടെ നന്ദി, നമസ്കാരം.